കേരളത്തിൽ ഇപ്പോൾ വലിയ സമരത്തിന് കോപ്പ് കൂട്ടുകയാണ് UDF. കോൺഗ്രസ് ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, KSU ഉണ്ട്. അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് കണ്ണൂരിൽ നാം കണ്ടത്. മന്ത്രി വീണ ജോർജിനെതിരെയുള്ള കയ്യേറ്റ ശ്രമം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമരം? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം? ആ ചർച്ച കൂടി കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ആരോടൊപ്പം നിൽക്കണം? ആരോഗ്യ വകുപ്പിനോടൊപ്പം നിൽക്കണമോ, അതല്ല ഈ സമരത്തെ സ്പോൺസർ ചെയ്യുന്ന കോർപ്പറേറ്റ് മുതലാളിമാർക്കൊപ്പം നിൽക്കണോ എന്നതാണ് പ്രധാന ചോദ്യം. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സവിശേഷമായ ഒരു കാര്യമുണ്ട്. അത് ആഗോള കുത്തക ഭീമന്മാർ കേരളത്തിലെ ആശുപത്രികൾ വിലക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ്, ആയിരക്കണക്കിന് കോടി രൂപയാണ് കേരളത്തിൽ ആഗോള ആരോഗ്യ ഭീമന്മാർ മുതലിറക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികൾ എല്ലാം അവർ ഇതിനകം തന്നെ വാങ്ങിക്കഴിഞ്ഞു. കാരണം കേരളം സ്വകാര്യ ആരോഗ്യ കുത്തകകളുടെ പ്രധാന ഖനിയായി മാറിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അതിനെ ചെറുത്തു തോൽപ്പിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല. 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പലതും പൂർത്തിയായി കഴിഞ്ഞു, ചിലതൊക്കെ പൂർത്തിയാകാനുണ്ട്. ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നാം കേട്ട വാർത്തയുണ്ട്, 600 കോടി രൂപ ചെലവിൽ കോഴിക്കോട്ട് അവയവ മാറ്റത്തിന് വേണ്ടി മാത്രം ഒരു ആശുപത്രി തുടങ്ങുന്നു. കണ്ണൂരിൽ ആയുർവേദത്തിന് വേണ്ടി മാത്രം ഒരു അന്താരാഷ്ട്ര ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നു. തിരുവനന്തപുരത്ത് RCCക്ക് വലിയ കെട്ടിടം ഉയരുന്നു, എല്ലാ സൗകര്യങ്ങളോടും കൂടി. കൊച്ചിയിൽ ക്യാൻസർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. ഇതൊക്കെ ആർക്കാണ് തിരിച്ചടിയാകുന്നത്? സ്വകാര്യ ആശുപത്രി ലോബിക്ക് തന്നെയാണ്. കേരളത്തിലെ ഒരു കണക്ക് പ്രകാരം 65% വൻകിട സ്വകാര്യ ആശുപത്രികളുടെ വർധന കഴിഞ്ഞ 10 വർഷത്തിനിടെ. 500 കിടക്കൾക്ക് മുകളിലുള്ള ആശുപത്രികളെയാണ്. ഇത്തരം ആശുപത്രികൾ 65% വർധനവുണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അതോടൊപ്പം ചെറുകിട ആശുപത്രികൾ പൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വൻകിട ഭീമന്മാരുടെ കയ്യിലേക്ക് കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ മേഖല പോകുന്നു. അതിന് ബദലായി ഉയർത്തിക്കൊണ്ടുവന്ന പൊതു ആരോഗ്യ മേഖലയെ തകർക്കണം. എങ്കിൽ മാത്രമേ രോഗികളെ സ്വകാര്യ ആശുപത്രികളിൽ എത്തിക്കാൻ കഴിയുകയുള്ളൂ. അതിനു വേണ്ടിയുള്ള വലിയ ഗൂഢാലോചനയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം മുതൽ തന്നെ ആരോഗ്യ വകുപ്പിന് എതിരെ വലിയ സമരങ്ങൾക്ക് ഇവിടെ തുടക്കമായത്. മാധ്യമങ്ങൾ നിരന്തരം പൊതു ആരോഗ്യ മേഖലയെ വിമർശിച്ചുകൊണ്ട് വാർത്തകൾ ചെയ്യുന്നത്, ചെറിയ പിഴവുകൾ പോലും വലിയ പിഴവുകളായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 24,78,000 പേർക്കാണ് സൗജന്യ ചികിത്സ നൽകിയത്. 8,000 കോടി രൂപ, കൃത്യമായി പറഞ്ഞാൽ 8,425 കോടി രൂപയാണ് ഇതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്, ചികിത്സയ്ക്ക് വേണ്ടി മാത്രം. ഇതിൽ പകുതി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിലോ 400 കോടി രൂപയാണ് അവിടെ എത്തുക. 400 കോടി രൂപ. അതിനേക്കാൾ ഉപരിയായി മറ്റൊരു കണക്കുണ്ട്. കഴിഞ്ഞ വർഷം 1,13,00,000 പേരാണ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തിയത്. OP ടിക്കറ്റ് എടുത്തവർ 1,13,81,065 പേർ. കൃത്യം കണക്ക് പ്രകാരം 1 കോടി മാത്രം കണക്ക് കൂട്ടിയാൽ തന്നെ 300 രൂപ മിനിമം ഉണ്ട് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ OP ടിക്കറ്റിന്. 300 രൂപ, 300 കോടി രൂപയായി എന്നോർക്കണം. 300 കോടി രൂപ അത് എവിടെ ചെന്നെത്തുമായിരുന്നു? സ്വകാര്യ ആശുപത്രികൾ ഇല്ലായിരുന്നുവെങ്കിൽ അത് ചെന്നെത്തുക സ്വകാര്യ ആശുപത്രികളിലാണ്. സ്വാഭാവികമായും സ്വകാര്യ ആശുപത്രി ലോബിക്ക് വലിയ ആശങ്കയുണ്ട്. പൊതു ആശുപത്രി ശൃംഖലകൾ വളർന്നു വരുന്നു. RCC പോലെ, മെഡിക്കൽ കോളേജ് പോലെ വലിയ ആശുപത്രികളിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുന്നു. ഇന്ന് ഏഷ്യാനെറ്റിൽ വന്ന ഒരു വാർത്തയുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ 10,000 രൂപ വരെ നിരക്ക്, ഇവിടെ 1/3. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആദ്യ MRI സ്കാനിംഗ് യൂണിറ്റ്, ചെലവ് 10 കോടി 10 ലക്ഷം രൂപ. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വാർത്തയാണ്. എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജുകളിൽ ആധുനിക സൗകര്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ
പ്രാഥമിക ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. വൈകുന്നേരം വരെ ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെ ഒരു ശൃംഖല തന്നെ കെട്ടിപ്പടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നു. 1,13,00,000 പേർ ആശുപത്രിയിൽ എത്തുന്നു. 24 ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ നൽകുന്നു. 2,47,000 ശസ്ത്രക്രിയകൾ നടക്കുന്നു സർക്കാർ ആശുപത്രികളിൽ. അതിലാണ് 2 എണ്ണത്തിൽ പിഴവ് ചൂണ്ടിക്കാണിച്ച് വലിയ ബഹളമുണ്ടാക്കുന്നത് നമ്മുടെ മാധ്യമങ്ങൾ എന്നോർക്കണം. 3,000 പേർക്ക് ഡയാലിസിസ് നൽകുന്നു സംസ്ഥാന സർക്കാർ സൗജന്യമായി, പൂർണ്ണമായും സൗജന്യമായി. 7,000 കുട്ടികളെയാണ് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തി രക്ഷപ്പെടുത്തി വളർത്തിക്കൊണ്ടുവന്നത് നമ്മുടെ സർക്കാർ. എന്ന് വെച്ചാൽ പൊതു ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അവയവ ദാനം പോലും ചെയ്യാൻ കഴിയുന്ന, ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ മാറിയാൽ ആർക്കാണ് ക്ഷീണം? സ്വകാര്യ മേഖലയ്ക്കാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ആശുപത്രികൾക്കെതിരെ, പൊതു ആരോഗ്യ സംവിധാനത്തിനെതിരെ ഈ പ്രതിഷേധങ്ങൾ ഇത്രയും കടുപ്പത്തിൽ കോൺഗ്രസ് കൊണ്ടുവരുന്നത്, UDF കൊണ്ടുവരുന്നത്. സ്വകാര്യ ലോബിയുടെ പണം പറ്റിയിട്ടാണ് ഈ സമരം എന്നതിന് ഇതിൽ പരം മറ്റൊരു തെളിവ് വേണ്ട. പക്ഷേ ജനങ്ങൾ ഒരു ചോദ്യം സ്വയം ചോദിക്കേണ്ടതുണ്ട്, ഞങ്ങൾ ആർക്കൊപ്പം നിൽക്കണം എന്ന്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോടൊപ്പം നിൽക്കണോ? ഈ മാധ്യമങ്ങൾക്കൊപ്പം നിൽക്കണോ? ഈ UDFനോടൊപ്പം നിൽക്കണോ? അതല്ല പൊതുജന ആരോഗ്യ സംവിധാനത്തോടൊപ്പം നിൽക്കണോ? അത് വളർത്തിയെടുത്ത LDFനോടൊപ്പം നിൽക്കണോ എന്നും